എല്ലാവർക്കും ലേലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളായില്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട്. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ആക്ച്വലി. അപ്പം ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോഴത്തേനും എനിക്ക് തോന്നി അപ്പോൾ പായസം റെസിപ്പി ഒന്ന് ഇടാമെന്ന്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും ഇതുണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് എല്ലാവരുടെ മാതിരി തന്നെ ഞാൻ സാധാ ഒരു സേമിയ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന് എത്രയാണ് 35 രൂപയായിട്ടുള്ളൂ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് വക സാധനങ്ങൾ ഇത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ. ഏറ്റവും സാധാരണമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും പല തരത്തിലാണ് ഉണ്ടാക്കുക. ഇപ്പം എൻ്റെ അമ്മ തന്നെ വേറൊരു തരത്തിലാണ് ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്തായിട്ട് ഏലക്ക നമ്മൾ ചേർക്കുമല്ലോ. അപ്പോൾ ഏലക്ക എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കുഞ്ഞൊരു ഇടിയലാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ 2 ഇടിയലുണ്ട്. ആക്ച്വലി ഞാൻ അമ്മയുടെ വീട്ടിലാണ്. വീഡിയോസൊക്കെ കാണുന്നവർക്കും പോസ്റ്റൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, കുറച്ച് നാളുകളായിട്ട് ഞാൻ അമ്മേൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടും കൂടിയും എനിക്ക് ഇങ്ങനെ വിചാരിച്ച മാതിരി ഇങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റണില്ല. അപ്പം നമ്മൾ പകുതി മാത്രം സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ എടുത്തിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ. പിന്നെ അത് മാത്രമല്ല, പായസം ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും അതിനകത്ത് ഒരു നല്ല ഡാർക്ക് ബ്രൗണിലൊക്കെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചൊന്ന് കരിയല്ല, ഇത്തിരി എന്താ പറയുക, വറവ് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ ഇത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഡെവറ അങ്ങനെയൊക്കെ പറയും, വട്ടയ അങ്ങനെയൊക്കെ പറയും. എൻ്റെ വീട്ടിൽ പായസം വെക്കണത് ആ പാത്രം ഉണ്ട്, വലിയ ഉരുളിയുണ്ട്. പക്ഷെ അത് ഭയങ്കര വലുതാണ്, അത്രയ്ക്കുള്ളത് ഉണ്ടാക്കണില്ല. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതെടുത്തത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാലിന് 2 വലിയ കപ്പ്, അതായത് വലിയ നാഴിക്കപ്പില്ലേ അതുപോലത്തെ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം അത് കുറുകണ വരയ്ക്കും പാല് ഇങ്ങനെ കുറുകി വരില്ലേ, അത്രയും കുറുകണ വരയ്ക്കും അതിങ്ങനെ ഒന്ന് എന്താ പറയുക, ഇളക്കി കൊടുക്കുക. തിളച്ച് തൂവി പോവാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാൻ എന്താ പറയുക തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊങ്ങി പോവാണ്ട് ശ്രദ്ധിക്കാം. ഇവിടെ അമ്മ വീട്ടിലായ കാരണം കൊണ്ട് ട്രിപ്പോഡൊന്നും ഞാൻ എടുത്തിട്ട് വന്നിട്ടില്ല. അച്ഛനൊക്കെ നന്നായിട്ട് ഭേദമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞാലൊക്കെ മനസ്സിലാവും. എന്നാലും വീട്ടിൽ ഏട്ടനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് വീട്ടിലേക്ക് പോവാത്തത്. കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കയുടെ തൊണ്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്ക പൊടിച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്കയുടെ തൊണ്ട് വെറുതെ അതിങ്ങനെ കാണാൻ നല്ല രസമല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അതെടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറുകി വന്നതിന് ശേഷമാണ് ഇതിനകത്തേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ഈ സേമിയൊക്കെ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ആദ്യം സേമിയ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് കുതിരണ ആ സമയമാകുമ്പോഴാണ് ഇതിനകത്തോട്ട് ഈ പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര ഓരോരുത്തരുടെ അളവനുസരിച്ചിട്ടിടാം. ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ, അതായത് അങ്ങനെ അളവൊന്നും എടുത്തില്ല, ഒരു ചെരിയിൽ അങ്ങോട്ട് ചെരിഞ്ഞു, ഒരു ഏകദേശം ഒരു കണക്കൊന്നും പറയാനില്ല. കാരണം ചിലർക്ക് മധുരം അത്ര കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് നല്ല മധുരവും ഇഷ്ടം. അപ്പം ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. ആ ഒരു എന്താ പറയുക, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത്രയും കാണുന്ന അത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടത് എന്താ പറയുക, കലങ്ങണ വരെ, അതലിഞ്ഞു പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സേമിയം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, അടുക്കി പിടിക്കാണ്ട് നോക്കണം, ഒരുപാട് വേവാണ്ട് നോക്കണം, പിന്നെ പത വരാണ്ടൊക്കെ നോക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏലക്കാപ്പൊടി ചേർക്കാനായിട്ട് മറക്കരുത്. ഏലക്ക പൊടിച്ചിട്ട് ഞാനിതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ജസ്റ്റ് പകുതി പൊടിഞ്ഞിട്ടുള്ളൂ, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായി കുറുകാൻ പാടില്ല, ഒരു വെള്ളം കൺസിസ്റ്റൻസി, അതായത് ആ സേമിയ വേവുമ്പോൾ തന്നെ നമ്മൾ ഇറക്കി വയ്ക്കുക. കാരണം പായസം ചൂടാറും തോറും നന്നായി കുറുകി വരും. അപ്പോൾ ആകെ കുറുക്ക് മാതിരിയാവും. അപ്പോൾ ഈ വെള്ളം മാതിരി വെന്തു എന്ന് ഉറപ്പായി അപ്പം തന്നെ അങ്ങ് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പം എൻ്റെ ഒരു വളരെ അകന്നൊരു ബന്ധു എനിക്ക് പായസം തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച്. അത് കാരണം കൊണ്ട് ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്
ഉണ്ടാക്കിയതാണ് സത്യം പറഞ്ഞാൽ ഈ സേമിയ പായസം. അപ്പോൾ ഇതുപോലൊരു വട്ടയിലാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയത്. ഇതാ ഇത്രേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ആ വലിയ ചീഞ്ചട്ടി തന്നെ എടുത്തു. കുഞ്ഞ് ചീഞ്ചട്ടിയുള്ളത് സ്റ്റീലിൻ്റെയാണ്, അതിനകത്ത് പെട്ടെന്ന് കരിയും. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ അലുമിനിയത്തിൻ്റെ വലിയ ചീഞ്ചട്ടി തന്നെ എടുത്തത്. ഈ ചീഞ്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചുള്ളൂ. ഇവിടെ അധികം ആർക്കും അങ്ങനെ നെയ്യിൻ്റെ കുത്ത് ഇഷ്ടമല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ കുത്തും ഇഷ്ടമല്ല. എനിക്ക് ഓയിലാണ് കൂടുതലിഷ്ടം. കറികളിലൊക്കെ ഓയിലാണ് ഒരുപാട് ഇഷ്ടം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നെയ്യ് കുറച്ച് ഇട്ടു. പിന്നെ ആവശ്യത്തിലധികം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ മുന്തിരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് അറിയാലോ, ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കുക. അത്രയ്ക്കുള്ളൊരു പണിയുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പായസം റെസിപ്പിയാണ്. എൻ്റെ ഫേവറേറ്റ് പരിപ്പ് പായസമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ല കേട്ടോ. ഒറ്റ പായസം ഉണ്ടാക്കാൻ അറിയില്ല. ഇതും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ഞങ്ങൾക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ, അല്ലാണ്ട് പഠിപ്പിച്ച് തരാമെന്നുള്ളൊരു മീനിങ്ങിലൊന്നുമല്ല. അപ്പോൾ കുറേ നാളുകളായി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ അതൊന്ന് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഞാനങ്ങനെ വലിയ വലിയ റെസിപ്പീസ് ട്രൈ ചെയ്യുന്ന ആളൊന്നുമല്ല. വലിയ വലിയ റെസിപ്പീസ് പോയിട്ട് സാധാരണ കറികൾ ഉണ്ടാക്കുന്നതിൽ വരെ വളരെ വീക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നാലും അത്യാവശ്യം വായിൽ വെക്കാൻ കൊള്ളാവുന്ന വിധത്തിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ ആരെയും സേമിയ പായസം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലെ കുട്ടിക്ക് ഇതുപോലെ കൊടുത്തിട്ട് അവർ തിരിച്ച് പാത്രം കൊണ്ട് തന്നപ്പോൾ പറഞ്ഞു, ചേച്ചി ഉണ്ടാക്കിയതാണോ, നല്ല രസമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളുണ്ടാക്കിയൊരു സംഭവം നമ്മുടെ വീട്ടുകാരല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഉൾപ്പുളകാണ് വരുന്നത്. അപ്പം അതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്പുറത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക. എന്നാലല്ലേ അറിയുള്ളൂ. കുടുംബത്തുള്ളവർ നമ്മൾ എന്തുണ്ടാക്കിയാലും നന്നായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയുള്ളൂ മിക്കപ്പോഴും കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല പാത്രത്തിലൊക്കെ സെർവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.